ഒരാള് പുഴവക്കലൂടെ പോകുമ്പോൾ ഒരു പയ്യൻ അവിടെ ഇരുന്ന് പുഴയിലേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ കുറേ നേരമായി ആ ചെക്കൻ അവിടെ ഇരിക്കുന്നു തോന്നുന്നു. അപ്പോൾ അടുത്ത് പോയി ചോദിച്ചു, നീ എന്താ അവിടെ ഇരിക്കുന്നത്? അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനും ഒരു ഗെയിം വെച്ചിരിക്കുകയാണ്, ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ആൾക്കാണ് സമ്മാനം എന്ന്. അപ്പോൾ ആൾക്ക് ഇഷ്ടമായത്. അപ്പോൾ ആൾ ചോദിച്ചു, എത്ര മിനിറ്റ് ആയിടാ? അവൻ 2 ദിവസമായി മുങ്ങിയിട്ട് എന്ന്. അതുപോലെ ഒരു പുതിയതായി കല്യാണം കഴിഞ്ഞ ഒരു ഫാമിലി. അപ്പോൾ ആ ഭർത്താവിന് ഒരു ഡൗട്ട്, പെൺകുട്ടിക്ക് ചെവി കുറച്ച് കേൾവി കുറവുണ്ടോയെന്ന്. പുതിയതായി കല്യാണം കഴിഞ്ഞല്ലേ. അപ്പോൾ അത് ചോദിക്കാൻ ഇയാൾക്കൊരു മടി ഭാര്യയോട്. അപ്പോൾ ഒരു ഡോക്ടറോട് പോയി ചോദിച്ചു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അപ്പോൾ അതെങ്ങനെയാണ് തിരിച്ചറിയാൻ ഒരു വഴി പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങൾ ഭാര്യ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ പുറകിൽ ഒരു 15 അടി ബാക്കിൽ നിന്നിട്ട് ഇന്ന് എന്താ കറിയെന്ന് ചോദിക്കാൻ പറഞ്ഞു. എന്നിട്ടും കേട്ടില്ലെങ്കിൽ ഒരു 10 അടി കൂടി നീങ്ങിയിട്ട് ഇന്ന് എന്താ കറിയെന്ന് ചോദിക്കാൻ പറഞ്ഞു. എന്നിട്ടും കേട്ടില്ലെങ്കിൽ ഒരു 5 അടി അടുത്ത് നിൽക്കുക, എന്നിട്ട് ചോദിക്കുക ഇന്ന് എന്താ കറിയെന്ന്. അപ്പോൾ ആൾക്കൊരു ഐഡിയ കിട്ടി. ആൾ പോയി വീട്ടിൽ പോയിട്ട് കറി ഉണ്ടാക്കുന്ന ഭാര്യയുടെ പുറകിൽ നിന്നിട്ട് ഒരു 15 അടി ഗ്യാപ്പിൽ നിന്നിട്ട് ചോദിച്ചു, ഇന്നെന്താ കറി? ഒരു റിപ്ലൈ ഇല്ല. വീണ്ടും ഒരു 10 അടി അടുത്ത് പോയി നിന്ന് ചോദിച്ചു, ഇന്നെന്താ കറി? അപ്പോഴൊരു അനക്കമില്ല. പിന്നെ ഒരു 5 അടി അടുത്ത് പോയി നിന്ന് ചോദിച്ചു, ഇന്നെന്താ കറി? അപ്പോൾ ചേച്ചി പതുക്കെ തിരിച്ചു. എത്ര തവണ പറയണം സാമ്പാർ 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 എന്ന്? നിങ്ങൾക്ക് ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോന്ന്? ഇവനാണ് ചെവിക്ക് കുഴപ്പം. അതുപോലെ 2 മദ്യപാനികൾ ബാർ തുറന്നപ്പോൾ ഷെയർ ഇട്ടടിക്കുകയാണ്. പക്ഷെ ഒരുത്തൻ്റെ മാത്രം കാശില്ല. ഇവൻ സ്ഥിരം ഇവനെ ഓസാൻ വേണ്ടി നടക്കുക. അപ്പോൾ ഇവനെ ഒഴിവാക്കും വേണം. ഇവൻ ചോദിച്ചു, നിനക്ക് ഇങ്ങനെ എൻ്റെ കൂടെ നടന്നിട്ട് എപ്പോഴും ശീലമായി, നിനക്ക് ഇത്തിരി നാണും മാനും ഉളുപ്പും വല്ലതും ഉണ്ടറാ, കുറച്ച് കാശുണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ, അല്ലെങ്കിൽ എൻ്റെ കൂടെ വരണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ ഇപ്പോൾ പറഞ്ഞില്ലേ ഉളുപ്പും ചളിപ്പും മാനമൊക്കെ ഉണ്ടോയെന്ന്, അതൊക്കെ എനിക്കുണ്ട്, പക്ഷെ കാശില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഹെഡ് മാഷ് അകത്തേക്ക് വന്നുകൂടാം. അപ്പോൾ ഹെഡ് മാഷ് എന്തോ കാര്യമായിട്ട് പിള്ളേരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെരിച്ചാഴി സ്കൂളിൽ ക്ലാസ്സിനകത്തേക്ക് കയറി വന്നു. അപ്പോൾ എല്ലാ പിള്ളേരും കൂടി എന്ന് പറഞ്ഞിട്ട് പിള്ളേർ എല്ലാ പെരിച്ചാഴിനെ പുറത്താക്കി. ഒരുത്തൻ തലയ്ക്കൊന്ന് കൊടുത്ത് പെരിച്ചാഴി ചത്തു. അപ്പോൾ ഈ ഹെഡ് മാഷ് ചോദിച്ചു, എന്തിനാടാ പാവല്ലേ, അതിനെന്തിനാ തല്ലിക്കൊന്ന്? മാഷുള്ളപ്പോൾ ഒരു വേറെ തുറപ്പനെ ഞങ്ങൾ അകത്ത് കയറ്റില്ല. അതുപോലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാഷ് ചോദിച്ചു, ദേഹം വൃത്തിയാക്കാൻ നമ്മൾ സോപ്പ് തേച്ച് കുളിക്കണം, അപ്പോൾ മനസ്സ് വൃത്തിയാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം പറയൂ? അപ്പോൾ ഒരു കുട്ടി എനിക്ക് ഒന്ന് പറഞ്ഞു, അത് വിഴുങ്ങണം. രണ്ടുപേരും കുറേ നല്ല തമാശകൾ പറഞ്ഞു. അല്ലെ, സുധന്റെ ആദ്യത്തെ മരണം ചെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അതുപോലെ ചില ആൾക്കാരുണ്ട്, അവർക്ക് ചില വാക്കുകൾ അറിയാമെങ്കിൽ അത് ആവശ്യമില്ലാത്തടത്തൊക്കെ ഉപയോഗിക്കും. ഞങ്ങളുടെ അടുത്തൊരു സംസ്കൃത അധ്യാപകനുണ്ട്. പുള്ളി ചന്തയിൽ രാവിലെ കോഴിയെ വിൽക്കുന്നിടത്ത് നിന്നിട്ട് ആ കച്ചവടക്കാരനോട് ചോദിക്കുക, ഈ ഇരിക്കുന്ന കുക്കുട ശ്രേഷ്ഠൻ ക്രയവിക്രയത്തിനുള്ളതാണോ എന്ന്. മാത്രമല്ല, നിങ്ങളുടെ കഥയില് ആ അയലോക്കംകാരൻ തിലകൻ ചേട്ടനായിരുന്നോ? പച്ചക്കള്ളം 2 പ്രാവശ്യം തിലകൻ ചേട്ടൻ. അതെവിടുന്ന് വന്നു? പിന്നെ രണ്ടുപേരുടെ പ്രകടനം നല്ലതായിരുന്നു. ഇനി പ്രചോദനം പറയും. അല്ല, സുധൻ സംഗീതം വളരെ ഗംഭീരമായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ നിന്നൊരു കോമഡി 2.5 മിനിറ്റ് കൊണ്ട് പടപടാന്ന് അടിക്കുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. കാര്യം നമ്മൾ സ്റ്റേജ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഐറ്റം കയറാതെ വരുന്നൊരു സമയമുണ്ട്. കാര്യം ഈ മിക്സ് പരേഡിനൊക്കെ ഓരോ സീസണാണ്, ഓരോ കാലാവധി. ഒരു സമയത്ത് പണ്ട് ഈ കൊച്ചിൻ്റെ അച്ഛൻ മരിച്ചു പോട്ടെ എന്ന് പറയുമ്പോൾ അയൽക്കാരൻ ബോധം കെട്ട് ചത്ത് വീഴുന്ന സ്കിറ്റുകളൊക്കെ ആയിരുന്നു ഒരു സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു നാട്ടിൽ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ കോലഞ്ചേരി റഹ്മാനൊക്കെ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ നാട്ടിലൊരു പ്രോഗ്രാമായിരുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയൽവക്കക്കാരനായിട്ട് റഹ്മാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കൊച്ചിൻ്റെ അച്ഛൻ ചത്ത് പോട്ടെ എന്ന് പറഞ്ഞ് റഹ്മാനൊക്കെ വീഴുന്നു, ആരും ചിരിക്കുന്നില്ല. റഹ്മാനൊക്കെ ആകപ്പാട് ടെൻഷനായിട്ട് ഈ ചത്ത് വീണ അച്ഛൻ തന്നെ മൈക്കിൻ്റെ അടുത്ത് വന്നിട്ട്, പ്രിയമുള്ളവരെ, ഞാനാണ് കൊച്ചിൻ്റെ അച്ഛൻ, ഒന്ന് ചിരിക്കാൻ പറഞ്ഞു. കാരണം അത് ഐറ്റം പറഞ്ഞ് ഏൽപ്പിക്കാനായിട്ട് വലിയ പാടാണ്.